സിംഹത്തിൻ്റെ തലയുള്ള മുയൽ കുഞ്ഞുങ്ങളെ കണ്ടുണ്ടോ? ഈ കാണുന്നതാണ് ലയൺ ഹെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആയിട്ടുള്ള ഒരു റാബിറ്റാണ്. ഇങ്ങനെ കുറേ ഫാൻസി റാബിറ്റുകളെ വളർത്തുന്ന ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ. നമ്മുടെ വിഷ്ണുപ്രോയുടെ തിരുവനന്തപുരം ജില്ലയിൽ പേരൂർക്കടയാണ്. നേരത്തെ നമ്മൾ ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ ഫാൻസി റാബിറ്റ്സ് ഉണ്ട്. ഇത് നമ്മുടെ ആദ്യം പറയുന്നത് ലയൺ ഹെഡ് ആണ്. അതുപോലെ നമ്മുടെ ജർമ്മൻ അങ്കോറ. റാബിറ്റുകളിൽ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സാധനമാണ്. ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഒരു ജർമ്മൻ അങ്കോറ എന്നുള്ളത്. പിന്നുള്ളത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ചെറിയ റാബിറ്റ് എന്നറിയപ്പെടുന്ന നമ്മുടെ നെതർലാൻഡ് ഡ്വാർഫ്, ഈ കാണുന്നത് കേട്ടോ. ഇതാണ് നെതർലാൻഡ് ഡ്വാർഫ് വരുന്നത്. പിന്നെ നമുക്കുള്ള റെക്സ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. ഏറ്റവും അടിപൊളി സ്കിന്ന് ഉള്ളൊരു വെറൈറ്റിയാണ് ഈ പറയുന്ന റെക്സിൻ്റെ തന്നെ വേറൊരു ചെറിയ ടൈപ്പാണ് മിനി റെക്സ്. ഉണ്ടോ? ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ ചെവി ഇങ്ങനെ മുകളോട്ടിരിക്കും. പിന്നുള്ളത് നമുക്ക് മിനി ലൂപ്പാണ്. മിനി ലൂപ്പിനെ കണ്ടോ? ഇതിൻ്റെ ചെവി കണ്ടോ ഇങ്ങനെ താഴോട്ടായിരിക്കുന്നത്. ഇതാണ് മിനി ലൂപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു റാബിറ്റാണ്. പിന്നെ നമുക്കുള്ള ലയൺ ലൂപ്പ് ഉണ്ട്. അതായത് ലയണിൻ്റെ കൂട്ട് തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ അതിൻ്റെ ചെവി ഇങ്ങനെ താഴോട്ട് വരുന്നത്. ഇങ്ങനെ കുറേ വെറൈറ്റി റാബിറ്റുകളെ വളർത്തി അതൊരു പാഷൻ എന്നുള്ള രീതി വളർത്തുന്ന ആളാണ് വിഷ്ണു 10ാം ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പുള്ളിക്കാരനാണ് ഈ ഒരു ഫാമും കാര്യങ്ങളെല്ലാം തന്നെ. ഇതിൻ്റെ ഒക്കെ കൂടുതൽ ആവശ്യക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള റിസോർട്ടുകാരും പാർക്കുകാരും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തോട്ടൊക്കെ നല്ല അടിപൊളി റാബിറ്റ്സിനെ നല്ല രീതിയിൽ തന്നെ ബ്രീഡ് ചെയ്ത് നമ്മുടെ വിഷ്ണു ബ്രോ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ കുറേ വെറൈറ്റി, ഇതിൻ്റെ എല്ലാം പല കളർ വെറൈറ്റീസ്. ഇതെല്ലാം തന്നെ നമ്മുടെ റെക്സിൻ്റെയും മിനി റെക്സിൻ്റെ ഒക്കെ കുഞ്ഞുങ്ങളായി കാണുന്നതെല്ലാം തന്നെ കൂടെ നല്ലൊരു പെറ്റായിട്ടൊക്കെ വളർത്താൻ പറ്റിയ സാധനമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയണമെന്ന് നമ്മുടെ വിഷ്ണു ബ്രോയുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വിളിച്ചോളൂ.